ഇറാനെതിരെ വലിയ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് പെട്ടെന്ന് അതിൽ നിന്ന് യൂട്ടേൺ അടിച്ചിരുന്നു. വീണ്ടും ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇറാൻ കീഴടങ്ങിയില്ല എങ്കിൽ ശക്തമായ ആക്രമണത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്ന് ട്രംപ് പറയുമ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഇറാൻ പറയുന്നത്. അതിനിടയിൽ ട്രംപ് പറയുന്നത് ഇറാൻ രഹസ്യമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു, ഇല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ്. ഇറാൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ട്രംപ് പറയുന്നത് നുണയാണ് എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ രണ്ടു കൂട്ടരും രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കം US-ഉം ഇസ്രായേലും തുടങ്ങി വെച്ചിരുന്നു. ആ നീക്കവുമായി തന്നെ അവർ മുൻപോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ ഒരു ഗ്യാപ്പ് കൂടുതൽ സജ്ജീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ പല വിദഗ്ധരും അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം അതിനൊരു സമയം, ആയുധങ്ങളും വിമാനങ്ങളും മറ്റും എത്തിക്കുന്നതിന് ഒരു സമയം, അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗ്യാപ്പ് ഇപ്പോൾ ട്രംപ് നൽകിയതെന്ന് പറയുന്നു. ഏതായാലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു നിലപാടിലേക്കാണ്. കാരണം അവരുടെ ഊർജ്ജ വിപണന തന്ത്രങ്ങളും ഇല്ലെങ്കിൽ ഊർജ്ജ വിപണിയും എല്ലാം വളരെ കടുത്ത ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയം കൂടിയാണിത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.